എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീടിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ലാതെ നല്ല കാറ്റും വെളിച്ചവും ഉള്ള ഭാഗത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകളെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ പ്ലാന്റ് ആന്തൂര്യമാണ്. വെള്ളത്തിലും അതേപോലെ മണ്ണിലും ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ആന്തൂര്യം പ്ലാന്റ്. വീടിൻ്റെ എൻട്രൻസിലോ അതേപോലെ വീടിനകത്തും ഒക്കെ ഇതേപോലെ മനോഹരമായി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ആന്തൂര്യം. ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആഴ്ചയിൽ ഒരു 1-2 ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് ചകിരിച്ചോറ് എടുക്കുന്നതാണ് നല്ലത്. ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, അതേപോലെ തുണ്ടിൻ്റെ ചെറിയ ചെറിയ പീസ് അതേപോലെ കരിക്കഷ്ണം, ഇതൊക്കെ ഇട്ട് നമുക്ക് ഈ ആന്തൂര്യം ഒരു പോട്ടിംഗ് മിക്സ് റെഡി ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നമുക്ക് ഈ ഇലകളിലൊക്കെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ചെടിക്ക് വെള്ളം ഒരുപാട് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമുക്കിതിന് ചേർത്ത് കൊടുത്താൽ ഇതേപോലെ ചെടിയിൽ എപ്പോഴും പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ രണ്ടാമത് നോക്കാൻ പോകുന്ന പ്ലാന്റാണ് ZZ പ്ലാന്റ്. ഗ്രീൻ കളറിലില്ലാതെ ഇത് ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. നമ്മുടെ വീടിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ്. കാരണം ഇതിന് ലോ ലൈറ്റിലും ഇത് വളരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് ഹൈറ്റിൽ വളരാതെ നല്ല ബുഷിയായിട്ട് ഡ്വാർഫ് ടൈപ്പിലൊക്കെ വളരുന്ന ZZ പ്ലാന്റും ഇപ്പം നമുക്ക് നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ കിഴങ്ങ് മൂലമാണ് ഇതിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നത്. നമുക്കിതിന് ഒരാഴ്ച വെള്ളം കൊടുത്തില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും കുഴപ്പം പറ്റത്തില്ല. ഇതേപോലെ ഇല നമ്മൾ ഇതേപോലെ നട്ടു വെച്ച് കൊടുത്താൽ കൂടെ അതിനകത്ത് വേര് പിടിച്ചിട്ട് നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഇലച്ചെടി ആയതുകൊണ്ട് നമുക്ക് അധികം വളങ്ങളുടെ ആവശ്യമില്ല. നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു മാസത്തിലൊരിക്കൽ DAP ഒരു 2-3 ബോൾസ് ഇട്ട് കൊടുക്കും. അതേപോലെ അരി കഴുകിയ വെള്ളം ഞാൻ എപ്പോഴെങ്കിലും ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ZZ പ്ലാന്റ്. ഇത് വെളിച്ചം കുറവുള്ളിടത്തും നന്നായിട്ട് വളരുന്നതാണിത്. ഫെങ് ഷൂയിൽ ഈ പ്ലാന്റ് പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പ്ലാന്റായിട്ടാണ് കരുതപ്പെടുന്നത്. നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു പ്ലാന്റായിട്ടും ഇത് കരുതപ്പെടുന്നുണ്ട്. അതേപോലെ ഇതൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ അശുദ്ധ വായുവിനെയെല്ലാം ശുദ്ധം ചെയ്യാനുള്ള കഴിവ് ഈ ZZ പ്ലാന്റിനുണ്ട്. മൂന്നാമത്തെ ചെടി പോത്തോസ് ആണ്, അല്ലെങ്കിൽ മണി പ്ലാന്റ് ആണ്. വെള്ളത്തിലും അതേപോലെ മണ്ണിലും ഒക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് മണി പ്ലാന്റ്. നമുക്കതിന് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ എവിടെ വേണേലും വെച്ച് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ മണി പ്ലാന്റ് അല്ലെങ്കിൽ പോത്തോസ്. ഇതൊരു ഗോൾഡൻ പോത്തോസാണിത്. അതേപോലെ നമുക്കിതേപോലെ മോക്കിംഗ് സ്റ്റിക്കെല്ലാം വെച്ച് കൂടെ ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിനും നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഞാനിതിന് മാസത്തിലൊരിക്കലെങ്കിലും കഞ്ഞിവെള്ളം അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഇതിന് ഒഴിച്ചു കൊടുക്കും. നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള NPK വളങ്ങളൊക്കെ നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും മാസത്തിലൊരിക്കൽ മാത്രം ചെയ്താൽ മതി. ഇതൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മളുടെ വീട്ടിനകത്തൊക്കെയുള്ള വായുവിനെയൊക്കെ ശുദ്ധം ചെയ്യാൻ നമുക്കിതേപോലെ മണി പ്ലാന്റ് വീട്ടിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്താവുന്നതാണ്. നാലാമത്തെ പ്ലാന്റാണ് സ്നേക്ക് പ്ലാന്റ്. ഇതിൻ്റെ ഇലകൾ പാമ്പിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് സ്നേക്ക് പ്ലാന്റ് എന്നൊരു പേര് വന്നത്. ഇതധികം ഹൈറ്റ് വയ്ക്കാതെ നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു ടൈപ്പാണിത്. ഇതിൻ്റെ ഇലകൾ പച്ച കളറിലായിരിക്കും. നമ്മൾ മറ്റൊരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അതിൻ്റെ ഇലകളുടെ സൈഡിൽ ഒരു മഞ്ഞ കളറിൽ കാണപ്പെടാം. അത് നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു ചെടിയാണ്.
ഇതിന് ഒട്ടും വെയിലിൻ്റെ ആവശ്യമേ ഇല്ല. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് നമുക്ക് വീട്ടിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ്. അതേപോലെ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ അഴുകാൻ തുടങ്ങും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമുക്കിതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഒരുപാട് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല. നമുക്ക് മറ്റ് ഉള്ള ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന അതേ ഫെർട്ടിലൈസർ മാത്രം മതി. ഇത് ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. നാസ എല്ലാം അംഗീകരിച്ച ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഫെങ് ഷൂയിൽ നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഈ പ്ലാന്റിനുണ്ട്. അതുകൊണ്ട് നമ്മളുടെ വീടിൻ്റെ ഡോറിൻ്റെ എൻട്രൻസിൽ 2 സൈഡിലും നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ ഒരു കാവൽക്കാരനായിട്ടാണ് ഫെങ് ഷൂയിൽ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് അറിയപ്പെടുന്നത്. അതേപോലെ ഇതിൻ്റെ ഷാർപ്പ് ലീഫൊക്കെ നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മൈൻഡും അതേപോലെ ഷാർപ്പായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് സ്റ്റഡി റൂമിൽ അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ ഒക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ സ്നേക്ക് പ്ലാന്റ്. എൻ്റെ ഈ ഇൻഡോർ പ്ലാന്റ്സുകളെല്ലാം ഞാൻ സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് വെളിയിലോട്ട് വരത്തില്ല, ആ പോട്ടിനകത്ത് തന്നെ കിടക്കും. 5ാമത്തെ പ്ലാന്റാണ് അഗ്ലോണിമ പ്ലാന്റ്. ഒരുപാട് വെറൈറ്റിയിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാതെ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന ഭാഗത്ത് വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ. ഇത് നമുക്ക് മണ്ണിൽ മാത്രമല്ല വെള്ളത്തിലും ഈസി ആയിട്ട് വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതും ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇതതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതാണ് സ്നോ വൈറ്റ് വെറൈറ്റി. ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് ചെറിയ ചെറിയ തൈകൾ പൊട്ടിമുളച്ചാണ് നമ്മളിതിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട വെറൈറ്റി ഇത് അഗ്ലോണിമ ലിപ്സ്റ്റിക് വെറൈറ്റിയാണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം നനച്ചു കൊടുത്താൽ മതി. മണ്ണൊന്ന് ഡ്രൈ ആയതിന് ശേഷം നനച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് വെള്ളമായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് മാസത്തിലൊരിക്കൽ DAPയോ അല്ലെങ്കിൽ NPK നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് ഈ അഗ്ലോണിമ പ്ലാന്റ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെടി നന്നായിട്ട് ബുഷായിട്ട് വളരും. അതേപോലെ അതിന് ധാരാളം തൈകളും നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ 6ാമത് നോക്കാൻ പോകുന്ന പ്ലാന്റാണ് അരേക്ക പാമ. ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് നന്നായിട്ട് വെയിൽ താങ്ങുന്ന ഒരു ചെടി കൂടെയാണ്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചം കിട്ടുന്ന നമ്മൾ ജനലിൻ്റെയൊക്കെ സൈഡിലൊക്കെ വെച്ച് വളർത്തണം. ഇല്ലെങ്കിൽ ഇതിന് ആവശ്യത്തിന് വെളിച്ചമില്ലെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ ഒരുപാട് ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് തണ്ടുകളൊക്കെ അഴുകാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ആവശ്യത്തിനുള്ള വെളിച്ചവും കാറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വളർന്നു കിട്ടത്തുള്ളൂ. അതേപോലെ എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആയിട്ടും ഈ അരേക്ക പാം കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ എയറിലുള്ള ഈ എല്ലാ തരം വിഷാംശങ്ങളെയും ഒക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ അരേക്ക പാമിനുണ്ട്. ലിവിങ് റൂമിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ അരേക്ക പാം. 7ാമത്തെ പ്ലാന്റാണ് ലേഡി പാം. ഇതും നമുക്ക് ഇൻഡോറായിട്ടും ഇല്ലെങ്കിൽ ബോർഡറായിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ലേഡി പാം. ഇതും അരേക്ക പാമിൻ്റെ ഒരു വകയാണ്. ഇതും നല്ല വെളിച്ചവും കാറ്റും കിട്ടുന്ന ഇതേപോലൊക്കെ ജനലിൻ്റെയൊക്കെ സൈഡിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ ലേഡി പാം. ഇതും ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ചെടിയിലും അതിൻ്റെ തൈകളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ പൊട്ടിമുളച്ച് കിളിക്കുന്നതാണ് ഇതിൻ്റെ തൈകൾ. ഇങ്ങനെ ഒരേ ചെടിയിൽ ഒരുപാട് തൈകൾ വന്നു കഴിയുമ്പോൾ ഇതേപോലെ ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. നമുക്ക് ലിവിങ് റൂമിലും സിറ്റ് ഔട്ടിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുത്താൽ മതി. അത് ലിക്വിഡ് ടൈപ്പിലുള്ള ഫെർട്ടിലൈസർ ആയിരിക്കണം. അല്ലെങ്കിൽ DAP പോലുള്ള വളങ്ങൾ ചേർത്ത് കൊടുത്താൽ കൂടെ ഈ ചെടി നന്നായിട്ട് വളർന്നു കിട്ടും. നല്ല വെളിച്ചം വേണമെന്ന് മാത്രമേ ഉള്ളൂ.
നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു പ്ലാന്റാണ് ഈ 8ാമത്തെ പ്ലാന്റാണ് പീസ് ലില്ലി. ഇതേപോലെ മണ്ണിലും അതേപോലെ വെള്ളത്തിലും ഒക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണിത്. ഇതും ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നാസ എല്ലാം അംഗീകരിച്ച ഒരു പ്ലാന്റാണ്. അതേപോലെ ഇതൊരു വാസ്തു പ്ലാന്റ് ആയിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഫെങ്ഷുയിലെല്ലാം ഇത് നമ്മളുടെ വീടിൻ്റെ പോസിറ്റീവ് എനർജി, നല്ലൊരു എനർജി നമുക്ക് വീടിന് തരുന്ന ഒരു പ്ലാന്റായിട്ട് ഈ പീസ് ലില്ലി കണക്കാക്കപ്പെടുന്നുണ്ട്. പച്ച കളർ ലീഫിൽ ഇതേപോലെ വൈറ്റ് കളർ പൂവുണ്ടാകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി കാണാൻ. നമ്മളിത് വെള്ളത്തിലൊക്കെ വെച്ചാണ് വളർത്തുന്നതെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അതേപോലെ നമ്മൾ മണ്ണിൽ വെച്ച് വളർത്തുമ്പോൾ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് വളർന്നു കിട്ടും. മാസത്തിൽ ഒരിക്കൽ NPK പോലുള്ള ഫെർട്ടിലൈസർ ഇതിൻ്റെ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിൽ പൂക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. ഒട്ടും തന്നെ വെയിൽ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ് ഈ പീസ് ലില്ലി. അതേപോലെ നമ്മൾ മണ്ണിലൊക്കെ വെച്ച് നടുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 1-2 പ്രാവശ്യം മാത്രം നനച്ചു കൊടുത്താൽ മതി. ഈ ഒരു ചെടിയിൽ നിന്ന് തൈകൾ പൊട്ടി മുളച്ചാണ് നമുക്കിതിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പീസ് ലില്ലി. നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ അടുത്ത പ്ലാന്റാണ്, അത് 9ാമത്തെ പ്ലാന്റാണ് ഈ ടേബിൾ പാം. ഇതും അരീക്ക പാമ്പിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് അധികം ഹൈറ്റ് വയ്ക്കത്തില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ടേബിളിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഇതും ഞാൻ ജനലിൻ്റെ സൈഡിലാണ് വെച്ചേക്കുന്നത്. കാരണം നല്ല വെളിച്ചമുള്ളിടത്ത് വെച്ചാൽ മാത്രമേ ഇതിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബുഷിയായിട്ടും വളരത്തുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വയ്ക്കുക, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചു കൊടുക്കുക. അതേപോലെ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഭംഗി കൂട്ടാൻ ഇതേപോലുള്ള ചെടികൾ ഇങ്ങനെ പെബിൾസൊക്കെ ഇട്ട് വെച്ച് വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് വെച്ചേക്കുന്നത്. ഈ പോട്ടിനകത്ത് മറ്റൊരു പോട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊന്നും വെളിയിലും വരത്തില്ല. നമ്മൾ നോക്കാൻ പോകുന്ന 10ാമത്തേതും അവസാനത്തേതുമായ പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. ചിലന്തിയുടെ ഇല കാല് പോലെ കാണപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഇതിന് സ്പൈഡർ പ്ലാന്റ് എന്ന ഒരു പേര് വന്നത്. ഇതും നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വെച്ചാൽ മതി. അതേപോലെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമല്ല, അതിന് മണ്ണ് ഡ്രൈ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതും ഒരു എയർ പ്യൂരിഫയിങ് പ്ലാന്റാണ്. നമ്മുടെ വീട്ടിലുള്ള വായുവിനെ എല്ലാം ശുദ്ധം ചെയ്യാൻ ഈ ഒരു പ്ലാന്റ് നമുക്ക് വീട്ടിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഇതേപോലെ ചെടിയിൽ നിന്ന് ഒരു തണ്ട് പോലെ വളർന്ന് അതിലാണ് ഇതിൻ്റെ ചെറിയ ചെറിയ തൈകൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പം നമുക്കിത് മാറ്റി നട്ട് ഇതേപോലെ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സുകൾക്കും ഞാൻ മാസത്തിലൊരിക്കൽ സീവീഡ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതേപോലത്തെ സെൽഫ് വാട്ടറിങ് പോട്ടിലാണ് ഞാൻ ഇതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്യാറുള്ളത്. ഇതിൽ ഉള്ളിലുള്ള ഈ ഒരു കറുപ്പ് പോട്ട് നമ്മൾ അകത്ത് വെച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം വൈറ്റ് പോട്ടിനുള്ളിലിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വീടിനകമൊന്നും വെള്ളം ഒഴിച്ചതുകൊണ്ട് വൃത്തികേടാവത്തില്ല. അതേപോലെ DAP അല്ല ഇതേപോലെ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമുക്ക് രാവിലെ ഇതേപോലെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ ചെടിയിൽ ധാരാളം പൂക്കളുണ്ടാകും. ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഞാൻ മാസത്തിലൊരിക്കൽ ചെടിയുടെ ചുവട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ പോട്ടിംഗ് മിക്സായിട്ട് കൊടുക്കുന്നത് ചകിരിച്ചോറ്, പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, വെർമി കമ്പോസ്റ്റ്. ഈ ഒരു പോട്ടിംഗ് മിക്സാണ് ഞാൻ എൻ്റെ എല്ലാ ഇൻഡോർ പ്ലാന്റ്സുകൾക്കും കൊടുക്കാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിനകത്ത് വെച്ച് വളർത്താൻ പറ്റിയ 10 ഇൻഡോർ പ്ലാന്റ്സുകളെ കുറിച്ചാണ് നോക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.